നിർധന വിദ്യാർത്ഥികൾക്കായി തുടങ്ങി ഇപ്പോൾ ആവശ്യക്കാർക്ക് പാഠപുസ്തകങ്ങൾ സൗജന്യമായി നൽകുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് മട്ടാഞ്ചേരിയിൽ. വർഷങ്ങൾക്ക് മുൻപ് ഒരു IAS ഉദ്യോഗാർത്ഥിക്ക് പുസ്തകം നൽകി തുടങ്ങി ഈ സംരംഭത്തിന് ഇന്ന് വിവിധ ജില്ലകളിൽ ആവശ്യക്കാരേറെയാണ്. 1983-84 കാലഘട്ടത്തിലെ മട്ടാഞ്ചേരി ഹാജി ഈസ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നവർ. 5 വർഷങ്ങൾക്ക് മുൻപ് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. കൂട്ടത്തിൽ അഡ്വക്കേറ്റ് TK നവാസിന് തോന്നിയ ആശയം. കോയമണിയും അയൂബും അടക്കമുള്ള കൂട്ടുകാർ ഒപ്പം ചേർന്നപ്പോൾ രൂപം കൊണ്ടതാണ് ലോൺ എ ബുക്ക്. +1 മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വരെ തയ്യാറെടുക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ സൗജന്യമായി നൽകുകയാണ് ലക്ഷ്യം. വിഷയം ഏതുമായിക്കോട്ടെ, ആവശ്യക്കാർക്ക് ഇവിടെ പുസ്തകമുണ്ട്. പഠനം കഴിഞ്ഞാൽ പുസ്തകങ്ങൾ കേടുകൂടാതെ തിരികെ നൽകണമെന്ന് മാത്രം. അത് കൊടുക്കുമ്പോൾ തന്നെ കുട്ടികളുടെ കംപ്ലീറ്റ് പേരും നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് അവരോട് പറയണത് ഈ പുസ്തകം ഡാമേജ് ആകാതെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് അത് തിരിച്ച് നമുക്ക് തരുമ്പോൾ അവർക്ക് അടുത്ത ഇപ്പോൾ ഒരു +1 പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ അവിടെ പുസ്തകം നമ്മൾ വാങ്ങിയിട്ട് +2 ആകുമ്പോൾ അതിന് +2യുടെ പുസ്തകം കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അത് ഡിഗ്രി എടുത്തപ്പോൾ അത് ഏതിലേക്കാണോ തിരിയണത് അതിലേക്കുള്ള പുസ്തകങ്ങൾ വരെ ഞങ്ങൾ കൊടുക്കും. നമ്മുടെ രക്ഷകർത്താക്കളെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അതിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുസ്തകത്തിൻ്റെ മാത്രമല്ല മറ്റ് ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ നല്ല ചിലവാണ്. അപ്പോൾ ഇതൊരു ആശ്വാസമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. സുഹൃത്തുക്കളും സന്നദ്ധ സംഘടനകളും പുസ്തകം സംഭാവന നൽകും. എന്നാൽ ഇവരുടെ കയ്യിലില്ലാത്ത പുസ്തകങ്ങൾ സ്വന്തം ചിലവിൽ വാങ്ങി നൽകാറാണ് പതിവ്. ബുക്സ് എന്ന് പറയുമ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പഠനത്തിന് സഹായമായിട്ടുള്ള ഏതെല്ലാം ബുക്കുണ്ടോ, ഈ പറഞ്ഞ നോവലോ കഥകളോ അങ്ങനെ എന്താണെങ്കിലും അതിനകത്ത് നമുക്ക് നമ്മുടെ ശേഖരണത്തിൽ തരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് വേണ്ടെന്ന് പറയുന്നില്ല. എല്ലാ ബുക്സും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് തന്നെ കൊടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ 5 വർഷം കംപ്ലീറ്റ് ആയി. ഗ്രൂപ്പ് 8-9 വർഷമായെങ്കിൽ പോലും ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് 5 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം മുതൽ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ കുട്ടികൾക്ക് തന്നെ, അതായത് നിർധനർക്ക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവർക്ക് നോട്ട്ബുക്സും മറ്റുള്ള പഠന ഉപകരണങ്ങളും കൂടെ നൽകണമെന്ന് ആഗ്രഹമുണ്ട്. നിലവിൽ കോയമണിയുടെ വീട്ടിലെ മുറിയിലാണ് പുസ്തകങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടുതൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി സൗകര്യമുള്ള മറ്റൊരിടത്തേക്ക് മാറ്റാനും ആലോചനയുണ്ട്. അറിവിനൊരു കൈത്താങ്ങ് അങ്ങനെ കൂടുതൽ പേരിലേക്ക് എത്തുമെന്ന് ചുരുക്കം. ന്യൂസ് മലയാളം, കൊച്ചി.